വി ആർ ഹയറിംഗ്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ജോലി സാധ്യതകൾ തുറന്നിടുന്നു. നാഷണൽ സീനിയർ ടീം ഹെഡ് കോച്ച്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, സെന്റർ ബാക്ക്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ തുടങ്ങിയ ഗോൾ കീപ്പർ, പിന്നെ ചായ കൊണ്ടിരുന്ന ചേച്ചി, അങ്ങനെ എല്ലാവർക്കുമുള്ള ഓഫർ ഇവിടെ ലഭ്യമാണ്. ആർക്കും അപ്ലൈ ചെയ്യാം, ജോലി നേടാം. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അപ്പോ ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷൻ അതായത് ഒരു വലിയ ഓഫറാണ് നമുക്ക് വേണ്ടി തുറന്ന് തന്നിരിക്കുന്നത്. വി ആർ ഹയറിംഗ് എന്ന പോസ്റ്ററോട് കൂടി അവർ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആർക്കും അപ്ലൈ ചെയ്യാം. അപ്പോ ഒരുപാട് ജോലി സാധ്യതകൾ. ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫുട്ബോളിന്റെ സീനിയർ ടീമിലേക്കുള്ള ഹെഡ് കോച്ചിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ്. വി ആർ ഹയറിംഗ് എ ഹെഡ് കോച്ച് ഫോർ അവർ നാഷണൽ സീനിയർ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞിട്ടാണ്. അത് മെൻസ് ഫുട്ബോൾ ടീം. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള വേക്കൻസിയുടെയൊക്കെ പോസ്റ്ററുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ പുറകെ അപ്ലോഡ് വരും. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എല്ലാ ജോലി സാധ്യതകളും ഉണ്ട്. ഗ്രൗണ്ടിലെ പുല്ല് വെട്ടുന്നത്, പിന്നെ ചായ കൊണ്ട് കൊടുക്കുന്ന ചേച്ചി, അങ്ങനെ തുടങ്ങിയ നിരവധി പിന്നെ ബോളിൽ കാറ്റടിക്കുന്ന അണ്ണന്മാര്, അങ്ങനെ നിരവധി ജോലി സാധ്യതകളാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജോലി ഇല്ല എന്നുള്ള പരിപാടി, ജോലി കിട്ടുന്നില്ല എന്നുള്ള പരിപാടി പറഞ്ഞ് ഒറ്റവട്ടം വീട്ടിൽ ഇരുന്നേക്കരുത്. വേഗം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെടുക. ജോലികൾ ഇഷ്ടം പോലെയാണ്. ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ പ്രത്യേകം തിരക്കേണ്ടതുണ്ട്. മറ്റേ ഇതൊക്കെ കാണും കേട്ടോ, മറ്റേ PF ഒക്കെ കാണുമെന്നാ തോന്നുന്നത്. അപ്പൊ എന്തായാലും ജോലി അപ്പൊ ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ഹെഡ് കോച്ചായിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കയ്യിൽ കുറച്ച് ഐഡിയാസും കുറച്ച് ടാറ്റിക്സ് ഒക്കെ ഇരിപ്പുണ്ട് നമ്മളിവിടെ. അപ്പൊ ഒന്ന് അപ്ലൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റിന്റെ അടിയിൽ വല്ലതും കാണുമോ, ഇനി എങ്ങനെയാ എന്തോ വെബ്സൈറ്റിൽ പോയിട്ട് എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും നോക്കട്ടെ. അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്ത്യയുടെ ഹെഡ് കോച്ച് അടിപൊളിയല്ലേ. സ്റ്റിൽ ഐ എം ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഭാഗമാണെന്നൊക്കെ പറയാമായിരുന്നു. ഇവിടുത്തെ ചില സീനിയർ പ്ലേയേഴ്സ് ഒക്കെ പറയുന്ന പോലെ, സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പോഴും ജീവിക്കുന്നത് പോലെ. നമ്മൾക്കൊക്കെ രാജിവെച്ച എവിടെയും പൊക്കൂടായോ? എന്തുമാര് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു നാഷണൽ പേജിൽ, ഒരു നാഷണൽ ഫുട്ബോൾ പേജിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സാധനമാണോ ഇത്? ആരാണ് ഈ ഇന്ത്യയുടെ PR ഒക്കെ ചെയ്യുന്നത്? ഇവര് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ അറിയാതെ ചെയ്തതാണോ? കൈതട്ടി പോസ്റ്റ് വീണതാണോ? അറിയില്ല. എന്താ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോ വേറെ ആരെങ്കിലും കളിയാക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനു തന്നെ ആയാലും ഉപയോഗിക്കേണ്ടത് ഒരു നാഷണൽ സ്പോർട്സ് പേജ് ആണോ ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്? എന്തായാലും സംഭവം ഇവർക്ക് ഇത്രക്കുള്ള ബോധം മാത്രമേ ഉള്ളൂ. ബോധം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പല രീതിയിലും നമുക്ക് മനസ്സിലായതാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഫുട്ബോൾ വളരുന്നതാണ്? എങ്ങനെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താ സംഭവം? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഇവര് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ കാര്യം. എനിക്ക് തോന്നുന്നത് പുറകെ ഓരോ പോസ്റ്ററുകൾ വരും കേട്ടോ. ഈ പ്ലേയേഴ്സിനെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലേ പോസ്റ്ററൊക്കെ നേരത്തെ ഇടണം. ഇല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് മേളയൊക്കെ തുടങ്ങാൻ പോകും. അപ്പം കുട്ടികളൊക്കെ പല ക്ലബ്ബുകളിലേക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പോയി കളയും. അപ്പോൾ പോസ്റ്ററുകൾ നേരത്തെ ഇടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സുനിൽ ഛേത്രി, അല്ലെങ്കിൽ സന്ദേശ് ചിങ്കൻ, സുഭശീഷ് ബോസ്, രാഹുൽ ബേക്കെ, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്ലേയേഴ്സിനെക്കാളും നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോസ്റ്ററുകൾ ഇടുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു നല്ല ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ വന്ന് കളിക്കും. കാരണം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ലെജൻസ് ആയിട്ടുള്ള കുറെ വർഷങ്ങളായിട്ട് അവിടെ പെറ്റ് കിടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. അവരെക്കാളും മികച്ച കളിക്കാരൻ തന്നെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഫസ്റ്റ് കൊടുക്കുക, അവർക്ക് വിരമിക്കാമല്ലോ. അവരെക്കാളും നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന പിള്ളേർക്കൊക്കെ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫെഡറേഷൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമാണിത്, ഇങ്ങനെ പോസ്റ്ററുകൾ ഇടുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന കോച്ചുമാരെക്കാളൊക്കെ നല്ല കോച്ചുമാരെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുവാണെങ്കിൽ അവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അപ്പൊ എന്തായാലും കൊള്ളാം പരിപാടി. എന്തുവാടേ ഇത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ. നമ്മൾ അത്യാവശ്യം എല്ലാ ഫുട്ബോൾ പേജുകളും ഫോളോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇത് എന്താ ഇവര് ഉദ്ദേശിക്കുന്നത്? ആരുടെ ഐഡിയ ആണോ എന്തോ ഇത്? എന്തായാലും നന്നായിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അഭിമാനിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമ്മുടെ ശോമൊക്കെ ഉണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് സീരിയസ് ആവേണ്ട സമയമാണിത്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും അതേപോലെ തന്നെ ഇപ്പോ പല ക്ലബിന്റെ ഫാൻസും, നമ്മളിത് മറ്റൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ മഞ്ഞപ്പട ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ആണെങ്കിലും വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂ ആണെങ്കിലും ഒക്കെ മറ്റ് എല്ലാ ക്ലബ്ബുകളുടെയും ഫാൻസ് വിങ്ങുകളാണെങ്കിലും ഒക്കെ രംഗത്തിറങ്ങേണ്ട സമയമാണിത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യേണ്ട സമയമാണിത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മാനേജ്മെന്റിനെതിരെ സമരം ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്ക് എതിരെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇപ്പോഴാണ്. കാരണം റാങ്കിങ് ഒക്കെ നോക്കൂ,
എവിടെയാ കിടക്കുന്നത്? 135 37 എന്തോ ആണ്. അപ്പോ ഇതിൽ കൂടുതൽ ഇനി താഴുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങ് നിലം പറ്റിയായി പോകും. അപ്പം അവിടേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ശരിക്കും ഇതൊരു റൈറ്റ് ടൈമാണ്, സമരം ചെയ്യേണ്ട സമയമാണ്. ഏത് രീതിയിൽ ചെയ്യണമെന്ന് എല്ലാവരും തീരുമാനിക്കുക. എല്ലാവർക്കും പല രീതിയിൽ സമരം ചെയ്യാൻ കഴിയും. ഒരു സമരം ചെയ്യേണ്ട സമയമാണ്. ഫെഡറേഷൻ ഇങ്ങനെ പോയാൽ ഒരു കാര്യവുമില്ല. കുറെ പൊളിറ്റീഷ്യൻസ് അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിനെ, അല്ലെങ്കിൽ ഫുട്ബോൾ കൾച്ചറിനെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫുട്ബോൾ ഭാവിയെ, ഇന്ത്യയുടെ ഫുട്ബോളിനെ മൊത്തത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഇന്ത്യയുടെ ആ സ്ലീപ്പിംഗ് ജയന്റിന് ഉറക്ക ഗുളിക കലക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.